കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ മേക്കപ്പ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഏതായാലും മേക്കപ്പ് വീഡിയോ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി ഏതായാലും ഞാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ പ്രാവശ്യവും സാരിയൊക്കെയാണ് ഞാൻ വെയർ ചെയ്യാറ് ഓണത്തിന്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ മാറ്റി പിടിക്കാം. എനിക്ക് ധാവണിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ധാവണി ഉടുക്കുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ ധാവണി സെറ്റ് മുണ്ടിൻ്റെ ധാവണി ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഏതായാലും നമുക്ക് ധാവണി ഉടുക്കാൻ പറ്റത്തില്ല, ഏതായാലും അല്ലെങ്കിൽ വാങ്ങണം. വാങ്ങണേക്കാളും നമ്മുടെ പഴയ സാരി തന്നെ ഞാൻ ധാവണി മോഡൽ ഉടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എന്താ സ്റ്റിച്ചിങ് സാരീനെ കട്ട് ചെയ്ത് അങ്ങനെ പാവാട ധാവണി അങ്ങനെ ആക്കിയല്ല, ആ സാരിയെ തന്നെ ധാവണി രീതിയിൽ ഞാൻ ഉടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ധാവണിയായിട്ട് ഉടുക്കാൻ പറ്റും, സാരി ആയിട്ട് ഉടുക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഇന്ന് ഉടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മേക്കപ്പ് കാര്യങ്ങളിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് ആക്ച്വലി ഞാൻ മേക്കപ്പ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. എനിക്ക് മുഖത്തിങ്ങനെ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നാണ്. മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യില്ല. നമ്മൾ നോർമൽ ടാൽക്കൺ പൗഡർ യൂസ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഓണമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ വരുമ്പോൾ, കല്യാണം, ഓണം, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ അഡീഷണൽ ആയിട്ട് ഉള്ള ഫൗണ്ടേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങൾ വാഷ് ചെയ്തിട്ടാണ് മുഖം വന്നത്, എന്നാലും നമുക്ക് എന്തെങ്കിലും എക്സസ്റ്റ് ആയിട്ട് മേക്കപ്പ് ലുക്കോ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പോട്ടെ എന്ന് വെച്ച് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം കരിയൊക്കെ യൂസ് ചെയ്താലും നമ്മൾ കുളിച്ചാലും പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാം. പിന്നെ അടുത്ത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ റോസ് വാട്ടർ ഒന്ന് ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരു ക്ലെൻസിങ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. മുഖത്ത് ക്ലെൻസിങ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും വേറെ പ്രൊഡക്ട്സ് ഒക്കെ. പക്ഷെ ഞാൻ വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ റോസ് വാട്ടർ തന്നെയാണ് ക്ലെൻസിങ് രീതിയിൽ. ഞാൻ ഇതൊന്നും സത്യം പറഞ്ഞാൽ യൂസ് ഒന്നും ചെയ്യാറില്ല, എന്നാലും അഡീഷണൽ ആയിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. എന്ന് വെച്ചാൽ ഒരു വെള്ള ടൈപ്പാണല്ലോ, അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഋതുവിൻ്റെ തന്നെ ക്രീമാണ് കേട്ടോ, മോയ്സ്ചറൈസർ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഋതുവിനുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് വെറുതെ വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വാങ്ങി വെക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പോൾ ഒന്നേ അമ്മയിരുന്ന് പോയി എടുക്കും, അല്ലെങ്കിൽ ഋതുവിൻ്റെ തന്നെ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറയും അല്ലാത്ത ക്യാമറയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ചിലവർക്കും എൻ്റെ കണ്ണ് കോങ്കണ്ണായിട്ടൊക്കെ തോന്നും, ഒന്നും വിചാരിക്കില്ല കേട്ടോ, ഞാൻ അങ്ങനെ നോക്കുന്നുണ്ടാണ്. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് കളർ കറക്റ്ററാണ്. അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ മോക്കുരും കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലേ എനിക്ക് അപ്പം തന്നെ വരും. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ചുമ്മാ ജസ്റ്റ് ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, എന്തിനാ വെറുതെ അല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കുറേ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഇതാണ് എടുക്കുന്നത്. ഓറഞ്ച് എന്ന് പറയാം. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാട്. ഇത് ഒരു പിങ്ക് ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കുകയാണ് ഗൈസ് മേക്കപ്പ് ചെയ്ത്. പിന്നെ ഇവിടേക്കാണ് ഇതൊക്കെയാണ് കേട്ടോ മെയിൻ പ്രോബ്ലം. ഇവിടെ വലിയൊരു കുരു വന്നിരിക്കുക. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ കുരുക്കൾ ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇവിടേക്ക് ഞാനൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ദൈവമേ എന്തായി വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ
അപ്പോൾ പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഈ കളർ കൺസീലറിൻ്റെ കളർ യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഡാർക്ക് സ്പോട്ട് എനിക്ക് നല്ലതായിട്ടുണ്ട്. അപ്പം അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. പക്ഷെ ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമാണ് ഗൈസ്. അവിടെ വിണ്ട് കീറിയ പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഈ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് മറച്ചു കൊടുക്കാം. ഇപ്പോൾ മൊബൈലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തോ രാത്രിയും ഞാൻ കൂടുതൽ മൊബൈലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും, ഉറക്കം വരാത്തതുകൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും കണ്ണിന് വരുന്നുണ്ട്. ആദ്യമൊന്നും എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മൊബൈൽ യൂസ് കാരണമാണ് നമ്മുടെ ഫേസും ഡള്ളാവാൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കണ്ണിൻ്റെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐ ഷാഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും. നമുക്കിപ്പോൾ സെപ്പറേറ്റ് പ്രൊഡക്ട്സ് കണ്ണിനായിരുന്നാലും ഈ കൺസീലറൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷനിലോട്ട് പോകാം കേട്ടോ. ഇതിൻ്റെ ഈ മേക്കപ്പ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാക്മിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് എൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല, ഇതെൻ്റെ ഷെയ്ഡാണോ എന്ന് പോലും എനിക്കറിയില്ല. ഒരുവിധം മാച്ച് ആവുന്ന ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് നമുക്കിങ്ങനെ ഡോട്ട് രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് നമുക്ക് ഇങ്ങനെ വാരി ഇടുന്നേക്കാളും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഇടാം. അല്ലാതെ ആദ്യമേ നമ്മൾ എല്ലാം കൂടെ ഒത്തു വാരി ഇട്ടാൽ പിന്നെ ലാസ്റ്റ് പുട്ടി അടിച്ച പോലെ ഇരിക്കേണ്ടി വരും. ലാസ്റ്റ് തുടച്ച് മാറ്റേണ്ടി വരും. എന്തിനെക്കാട്ടി നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എനിക്കിത് അറിഞ്ഞേ കൂടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് മറ്റേ ഈ സ്പോഞ്ച് പോലത്തെ ഇതില്ലേ, അതിൽ ഞാൻ കുറേ എടുത്തിട്ട് അങ്ങെടുത്തിട്ട് പൂശു. അപ്പോഴത്തേക്ക് പുട്ടി രൂപത്തിലാവുക. പിന്നെ ഞാൻ തുണി വെച്ചിട്ട് തുടച്ചത്. പിന്നെയാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഓരോന്നും ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ നമ്മളുടെ നെക്കിലും കൂടെ ഇടാൻ മറന്നു പോരുത്. മിക്കവരും എല്ലാവരും മറന്നു പോകും നെക്കിൽ. ഞാൻ ആദ്യമൊക്കെ മറന്നു പോകുമായിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ. അപ്പം ഞാൻ നെക്കിലും കൂടെ. അപ്പം നെക്ക് കറുത്ത് ഇരിക്കും, മുഖം നല്ല ബ്രൈറ്റായിട്ടും നെക്ക് കറുത്തിരിക്കും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡറാണ് എൻ്റെ കൈ, ഈ 5 കൈകൾ. നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ തല തിരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പം ഫൗണ്ടേഷൻ ഇട്ടിട്ടായിരിക്കും ഞാൻ ഓർക്കണം, അയ്യോ കൺസീലറൊക്കെ ഉപയോഗിക്കണമല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോഴത്തേക്കും എല്ലാം തിരിഞ്ഞു പോയില്ലേ, അപ്പോഴത്തേക്കും അതങ്ങ് വിടും. കണ്ടോ ഗൈസ്, ഇപ്പോൾ ഞാൻ കുട്ടി അടിച്ച പോലെ ആയില്ലേ. ഇതൊക്കെ നമുക്ക് ഇനി പയ്യെ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ തുടച്ചെടുക്കാം. എന്നിട്ട് ബ്ലെൻഡറിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആണോ എന്ന് വെച്ചാൽ ചിലവർക്ക് ഈസി ആയിരിക്കും, ചിലവർക്ക് ഈസി അല്ലായിരിക്കും. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് മൊബൈൽ നോക്കുമ്പോൾ കുട്ടി പോലെ തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ല, ആവശ്യത്തിനാണ്, കുഴപ്പമില്ല. നമ്മുടെ കോണ്ടൂർ വേണമെങ്കിൽ ഇത് ചെയ്യാം. എനിക്ക് കോണ്ടൂർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ഫേസ് നീണ്ട മൂക്കാണ്, ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ കോണ്ടൂറൊക്കെ ചെയ്യാം. പക്ഷേ ചെയ്ത് കൊളമാക്കണമെന്നൊരു ഡൗട്ട്. വേണ്ട, എന്തിനാ വെറുതെ. മൂക്കുണ്ട്, ഇനി മൂക്ക് വരച്ചോട്ടാ ഓവറായിട്ട് മൂക്കി ആയി പോകില്ലേ. മതി. ഇനി നമുക്ക് ഐ ഷാഡ് ഇട്ട് കൊടുക്കാം കേട്ടോ.
എനിക്ക് മൊബൈൽ നോക്കി ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വലുതായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷെ എൻ്റെ ഞാൻ മേക്കപ്പ് ചെയ്താൽ എൻ്റെ മുഖം കോളമായിരിക്കും. പക്ഷെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ കൊണ്ട് ചെയ്താൽ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കും? കൊള്ളായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് കോളമായിരിക്കും എൻ്റെ മുഖം. അപ്പം നമ്മൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ കരി വരച്ചു കൊടുക്കുകയാണ്. കരി ഞാൻ എടുത്തുകൊണ്ട് വന്നല്ലോ, കാണാനില്ല. ഈ കരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കരി വരച്ചു കൊടുക്കാം. കണ്ണിൻ്റെ താഴെ ആദ്യം ഞാൻ വരച്ചു കൊടുക്കും. കണ്ടോ? രണ്ട് സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും. എന്നിട്ട് മേളിൽ വാട്ടർ ലൈൻ ഇല്ലേ, അവിടെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കും കേട്ടോ. മേളത്തൊരു ലൈൻ കിട്ടാൻ വേണ്ടിയാ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഐലൈനർ വരച്ചു കൊടുക്കും. ഐബ്രോ ഞാൻ ഇവിടെ വലുതായിട്ട് ഫില്ല് ചെയ്യണോ വേണ്ടതെന്നാണ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടോ, ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നാത്തൂൻ്റെ മാരേജിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏതായാലും ത്രെഡ് ചെയ്യും. ഇപ്പോൾ ത്രെഡ് ചെയ്താൽ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ കുഞ്ഞായിട്ട് ഇങ്ങനെ പൊടിച്ച് വരും. അപ്പോൾ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്ത് വലുതായി ഫില്ല് ചെയ്യുന്നില്ല. ഫില്ല് ചെയ്താൽ എൻ്റെ വീഡിയോ എന്താ ചിംബ്രൂസിയോ ഐലൈനർ വരയ്ക്കാം. എനിക്ക് മൊബൈലിൽ നോക്കി വരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു കണ്ണ് വരച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ കണ്ണ് കൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പ് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നാത്തൂൻ്റെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരുങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വല്ലതും നടക്കുമെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓണത്തിന് തന്നെ ഒന്ന് ട്രയൽ മേക്കപ്പ് പോലെ ഒരുങ്ങി നോക്കുന്നത്. പക്ഷേ എന്തോ ഒരു അഭംഗി പോലെ. പിന്നെ നമുക്കൊരു ലിപ് ലൈനർ വെച്ച് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ലിപ് ലൈന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലിപ്പ് ഏത് ഷേപ്പിലാണ് നല്ല നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്ത് ലിപ്സ്റ്റിക്ക് ഇടുന്നേക്കാളും ഇങ്ങനെ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തെടുത്താൽ കുറച്ചും കൂടെ ബ്യൂട്ടി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ എൻ്റെ ചുണ്ടിനനുസരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏത് ഡാൻസിനാണ് പോകുന്നത്? ഡാൻസിനൊക്കെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ബ്ലൂ ഹാൻഡ് ലിപ്സ്റ്റിക്കാണ് ഇടാറ്. പക്ഷേ ഋതു ആണെങ്കിൽ ബ്ലൂ ഹാൻഡ് ലിപ്സ്റ്റിക്ക് അവൾ എവിടെ കൊണ്ടിട്ടു കേട്ടോ. ഇനി തപ്പിയെടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം എടുക്കും. ഒന്നും ഇപ്പോൾ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും വെച്ചിരിക്കാൻ പറ്റുന്നില്ല അവളെ കാരണം. എല്ലാം എടുത്തുകൊണ്ട് പോവും, അവിടെ വരച്ചും. അവൾ ആദ്യം ഒരുങ്ങും, എന്നിട്ട് അവൾ പാവയ്ക്കായിരിക്കും അവൾ മേക്കപ്പ് ചെയ്യുന്നത്. അവൾ ഇപ്പോഴേ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാ, കുഞ്ഞു പിള്ളേരെ ഉള്ളവർക്കറിയാം. അപ്പോൾ ഞാൻ ഇതുപോലെ നോർമൽ ഒരു ഷെയ്ഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ഷെയ്ഡ് വെച്ച് വരച്ചു കൊടുക്കാം കേട്ടോ.
ചുണ്ടൊക്കെ ഇങ്ങനെ മറണ്ടിരിക്കണ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഇത്രയും മതി. കേട്ടോ ഓവറായി തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് ബ്ലഷിന് വേണമെങ്കിൽ ഇത് തന്നെ എടുത്തിട്ട് ബ്ലഷ് ആക്കാം കേട്ടോ. ആണെങ്കിൽ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ. ഏതായാലും ഒരുങ്ങാൻ തീരുമാനിച്ചതല്ലേ, കുറച്ച് ബ്ലഷൊക്കെ കിടക്കട്ടില്ലേ. കൊച്ചു പിള്ളേരെ പോലെ തോന്നും ഇപ്പോൾ. ബ്ലഷ് ഇനി ബ്ലഷ് ഇട്ടില്ലെന്ന് പറഞ്ഞാൽ മൂക്കിലും കൂടെ കിടക്കട്ടെ. ബ്ലഷ് ഇട്ടില്ലെന്ന് പറഞ്ഞാൽ കുറവുണ്ടല്ലേ. തുടുത്തിരിക്കട്ടെ കവൾ. വെളുത്ത് തുടുക്കണേം കാട്ടി അല്ലാതെ തുടുത്തിരിക്കട്ടെ അല്ലേ. ഇനി നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഡേറ്റ് പൊട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഋതുവിനെ കാണാൻ ഒന്നും വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചിരിക്കാൻ വെക്കുന്നത് പൊട്ടൊക്കെ. പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഇനിയൊന്നും ഇല്ല അല്ലേ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹെഡ്ലൈറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ വാങ്ങിച്ച ഹൈലൈറ്റർ അത്ര പോരാ. ഒരു ജെൽ ടൈപ്പ് ഹൈലൈറ്ററാണ്. കയ്യിൽ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പം ഞാൻ കുറച്ച് മൂക്കിൻ്റെ അവിടെ യൂസ് ചെയ്തു. കുറച്ച് തിളങ്ങട്ടല്ലേ. പക്ഷെ അത്ര എനിക്ക് തിളക്കം പോലെയൊന്നും തോന്നുന്നു. കുറച്ച് നമുക്ക് കവളിലും കൂടെ യൂസ് ചെയ്യാം. കവള് ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കും. ഇത്രയ്ക്കാണോ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത്രയ്ക്ക് യൂസ് ചെയ്യാവോ? ഇതിങ്ങനെ അങ്ങനെയൊന്നും എന്തോ ഒരു ചെറിയൊരു മാറ്റം അല്ലേ. കുറച്ച് താടിയും കൂടെ ഹൈലൈറ്റ് ചെയ്തു. ഫേസ് ഞാൻ ഇനി എല്ലായിടത്തും തേക്കും. എല്ലാം കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് വയ്ക്കും. ചുണ്ടിലും കൂടെ ആയി. ചുണ്ടും കൂടെ ഹൈലൈറ്റ് ചെയ്യും. ഞാൻ എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ എനിക്ക് എല്ലായിടത്തും തേക്കാൻ തോന്നുന്നുണ്ട്. തേച്ചെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് തല കെട്ടുക, നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ പ്ലീറ്റ്സും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവർ അല്ലാതെ തന്നെ നമ്മുടെ സാരീനെ എടുത്തിട്ട് അല്ലാതെ തന്നെ പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ ചൊരുവി ഇങ്ങനെ പാവട രീതിയിൽ പോകാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് വെച്ചും ചെയ്യാൻ പറ്റും. എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് നമുക്ക് നോർമലായിട്ട് സാരി എടുത്ത് ഇങ്ങനെ പ്ലീറ്റ് ചുറ്റി ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് പോകുന്നേക്കാളും കുറച്ച് തേച്ചിട്ടാകുമ്പോൾ ആ രീതിയിൽ ഇരിക്കുമല്ലോ. അപ്പം കണ്ടോ, ഞാൻ ഓൾറെഡി പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തോൾ തുമ്പില്ലേ, ആ പ്ലീറ്റ്സാണ്. പിന്നെ വന്നത് ഇതുപോലെ പാവടയ്ക്ക് പറ്റിയ രീതിയിൽ ഞാൻ പ്ലീറ്റ്സ് എടുത്ത് പിൻ കുത്തി വെച്ചിരിക്കാം. കണ്ടോ, ചെറിയ നോർമൽ പിൻ മാതിരി ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ കുത്തിയാൽ നമുക്ക് പേടിക്കണ്ട. ഏതെങ്കിലും പ്ലീറ്റ് ഇങ്ങനെ ഇളകി പോരുമോ എന്നൊന്നും നമുക്ക് പേടിക്കണ്ട. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പിൻ കുത്തി പ്ലീറ്റ് എടുത്ത് പിൻ കുത്തി വെച്ചിരിക്കുക. അപ്പോൾ ഒരു പാവടയുടെ ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ നമുക്ക് ഏത് പാവട വേണമെങ്കിലും യൂസ് ചെയ്യാം. വെള്ള പാവട ആയിരിക്കും ബെറ്റർ കൂടുതലും. കാരണം അടിയിൽ അല്ലെങ്കിൽ വേറെ കളർ എന്തെങ്കിലും യൂസ് ചെയ്താൽ ഈ വെള്ള നമ്മുടെ കട്ടിയില്ലെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വെള്ള പാവാട, ഓൾറെഡി എനിക്കൊരു പാവാട ഉണ്ട്, വെള്ള പാവാട. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇറക്കം ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആ പാവാട അടിയിലിട്ട ശേഷമാണ് ഞാൻ ഇത് ഉടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഒന്ന് ഉടുത്തു കൊടുക്കാം കേട്ടോ. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്.
കണ്ടോ എല്ലാ പ്ലേറ്റ്സും ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ട് എളുപ്പമാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഞാൻ ഇവിടെ ബേക്ക് ചെയ്യുന്നതാണ് കേട്ടോ ടക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെ നമുക്ക് ടക്ക് ചെയ്ത് ഫുള്ളും ടക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ ബാക്കിയുള്ളത് ഈ പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുത്തില്ലേ, ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കിട്ടും. അപ്പൊ ഇതിനെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ബാക്കിൽ പകുതി വരെ ടക്ക് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കണ്ടോ ഇങ്ങനെ വലിച്ചു പിടിക്കണം. നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ ഒരു പോർഷൻ പോലെ കിട്ടും. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിൻ വെച്ചിട്ട് കുത്തിക്കൊടുക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ബ്ലൗസ് ഇട്ടിട്ടില്ല. അപ്പൊ ബ്ലൗസ് ഇട്ട ശേഷം ഞാൻ ഉടുത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കുത്തിയിട്ടതൊന്നുമില്ലല്ലോ, അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. സാരിയൊക്കെ ഉടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏത് ഇട്ട് കൊടുക്കാം എന്നാണ് ഞാനൊരു ഇതിന് പെയർ ചെയ്ത് കൊടുക്കാൻ അത് ഈ ഒരു മാലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം, ചേരുന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ മാറ്റാം കേട്ടോ. ഉള്ളാവോന്നറിയില്ല, നോക്കട്ടെ. കുഴപ്പമില്ല, ചേർന്ന് പോകുന്നുണ്ട്. ഇട്ട് കൊടുക്കാം. എന്തോ അത്ര പോരാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്, നോക്കാം. തലയൊക്കെ കെട്ടിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തല ഞാൻ നോർമൽ രീതിയിലാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ എന്നത്തെയും പോലെയുള്ളൊരു ഹെയർ സ്റ്റൈലാക്കാം. നടുക്കൊന്ന് വകുപ്പെടുക്കുക, എന്നിട്ട് കെട്ടുക. ഇത്ര ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ വേറെ ആർക്കും കാണില്ല. ഇതാകുമ്പോൾ നമുക്ക് വലിയ മെനക്കേടോ ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ രണ്ട് വകുപ്പെടുക്കുക, കോതുക. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് കുറച്ച് മുടി എടുക്കണം. എന്ത് ഈസിയല്ലേ. ഞാൻ കുഞ്ഞിലേ മുതൽ ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന്. സൈഡ് വകുപ്പല്ല, സാരി എന്തെങ്കിലും ഉടുക്കുമ്പോൾ നേർ വകുപ്പെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് വകുപ്പെടുത്തിട്ട് ഇതുപോലെ ക്ലിപ്പ് എന്തെങ്കിലും വെച്ചു കൊടുക്കും. അപ്പം ഇതാകുമ്പോൾ വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല, അവിടെ ഇരുന്നോളും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഈ കമ്മല് ഈ മാലയ്ക്ക് മാച്ചായി പോകത്തില്ല. നമുക്ക് ഏതായാലും നോക്കാം ഏതായിരിക്കും ബെറ്റർ എന്ന്. നമുക്ക് ഇതിൻ്റെ കമ്മലാണെങ്കിൽ ഇതാണ് വരുന്നത്. ഈ കമ്മല സിമ്പിളാണ് വരുന്നത്. സിമ്പിളായിപ്പോയല്ലേ, സിമ്പിളായി പോലെ തോന്നുന്നുണ്ട്. നമുക്ക് വേറെ കമ്മലിട്ട് നോക്കാം. കമ്മൽ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ മാല വേണം. ഈ ഒരു മാല ഇട്ട് നോക്കാം. ഇതെൻ്റെ മാല അല്ല കേട്ടോ, ഋതുവിൻ്റെ മാല. കുഴപ്പമില്ല, കൊള്ളാം, കിടക്കട്ടല്ലേ. ഇത് മതി, ഇത് കൊള്ളാം. ഗൈസ്, നമുക്ക് ഫസ്റ്റത്തെ മലയാണോ അതോ ഈ ലുക്കാണോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ സിന്ദൂരം ഇടുന്നത്. ലാസ്റ്റാണ് കേട്ടോ എപ്പോഴും ഞാൻ സിന്ദൂരം ഇടാറ്. ഞാൻ ഇങ്ങനത്തെ പൊടി ടൈപ്പാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. എനിക്ക് പൊടി ടൈപ്പാണ് ഇഷ്ടം. സിന്ദൂരം അതിട്ട് കഴിഞ്ഞു. ഇനി പൂവിൻ്റെ ഒരു കുറവുണ്ട്. പൂവ് ഞാൻ പ്ലാസ്റ്റിക് പൂവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ പൂവ് ഇങ്ങനെ എടുത്തിടാം. നമുക്ക് അടി കൂടെ വെച്ചു. ഇങ്ങനെ മതിയല്ലേ, എല്ലാം ഇടാം.
ഓക്കെ, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. വളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓണത്തിന് ഒരുങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്.